AI H4 LED നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു H4 LED ആണിത്. കാറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാം. സാധാരണ വരുന്ന LED പോലെ തന്നെ ഫാനൊക്കെ ഉള്ള LED തന്നെയാണ്. ഹീറ്റ് ആയിരിക്കാനുള്ള ഫാനൊക്കെ ഉണ്ട്. 43 മോഡൽ തന്നെയാണ് വരുന്നത്. 2 SMD, അതിനുള്ള റിലേ ഒക്കെ വരുന്നുണ്ട്. X18 AI മോട്ടാക്സ് കമ്പനിയിലാണ് അത് വരുന്നത്. പിന്നെ സ്ട്രിപ്പ്, അത് ബ്ലൂടൂത്ത് റിസീവ് ചെയ്യാനുള്ള സ്ട്രിപ്പാണ്. ഒട്ടിക്കാനുള്ള സ്റ്റിക്കറൊക്കെ തന്നെ ഉണ്ട്. സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. 2 ഹെഡ്ലൈറ്റാണ് വരുന്നത് LED-യിൽ. അതിൽ യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്, വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്, മിക്സായിട്ട് അങ്ങനെയും വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഇത് ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. മഴയായാലും മഞ്ഞായാലും ഏത് ടൈമിലാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഷീൽഡൊക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ്. ഡിമ്മിലൊന്നും കറക്റ്റായിട്ട് നമുക്ക് വെളിച്ചം കിട്ടും. ബ്രൈറ്റിലാകുമ്പോൾ പുറത്തേക്ക് കംപ്ലീറ്റ് വെളിച്ചം പുറത്തേക്ക് വരും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കടയിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നമുക്ക് മൊബൈലിലൊരു ആപ്പ് വഴിയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഇത് കാണിച്ചു തരാം. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വൈറ്റ് വേണോ, യെല്ലോ വേണോ, വാം ലെവലിൽ നിർത്തണോ, ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലൈമറ്റ് അനുസരിച്ച് ചെയ്തിട്ടുള്ളതുണ്ട്. റെയിൻ, ഫോഗ്, ഓരോരോ ടൗണ് ഓരോരോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് 8-10 ഓപ്ഷൻ അതുണ്ട്. അതിന് പുറമെ സിംഗിൾ കളർ തന്നെ 100%, 75%, 50% അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യെല്ലോ ഫ്ലാഷ്, വൈറ്റ് ഫ്ലാഷ്, വാം ഫ്ലാഷ്, അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അതിൽ വരുന്നൊരു ഓപ്ഷനാണെന്ന് മാത്രം. നമുക്ക് എത്ര പവർ കൂട്ടിയും കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കാറിൽ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ യെല്ലോ ഷെയ്ഡാണ് കാണുന്നത്. അത് പതുക്കെ വാമിലേക്ക് മാറി. പിന്നെ നമ്മൾ ചേഞ്ച് ആക്കുന്ന സമയത്ത് അത് വൈറ്റിലേക്ക് വന്നു. അങ്ങനെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. ബട്ടൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അതിൽ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഇത് ഫ്ലാഷ് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം ദൂരേക്ക് കിട്ടും. 350 വാട്ട്സ് കൊണ്ട് വരുന്നുണ്ട് അതിന്. യെല്ലോയിലൊക്കെ മഴയത്തൊക്കെ നല്ല റിസൾട്ടുള്ള സാധനമായിരിക്കും. നമുക്ക് എക്സ്ട്രാ ലൈറ്റ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ ഹെഡ് ലൈറ്റിന് വെച്ച് കഴിഞ്ഞാലും എക്സ്ട്രാ മഞ്ഞ ലൈറ്റ് വേറെ വെക്കേണ്ടി വരുമല്ലോ. ഇതിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ റിലാൻ്റെ മുകളിലുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നേരെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു വിൻഡോ ആണ് കാണിക്കാം. നമുക്കതിൽ നിന്ന് മാനുവലായിട്ട് തന്നെ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.